Hey, welcome back to Tiniest Voice of Hope. ജീവൻ ഏത് സ്റ്റേജിലും മാനിക്കപ്പെടേണ്ടതാണ്. ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞു മുതൽ കോഫിനിൽ കിടക്കുന്ന ആ ഒരു ബോഡി വരെയും നമ്മൾ ഏതൊരു മോമെൻറ്റിലും, ജീവിതത്തിൻ്റെ ഏതൊരു മോമെൻറ്റിലും ജീവനെ നമ്മൾ മാനിക്കുന്നവരാണ്. ഒരു കോഫിനിൽ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി വരെയും നമ്മൾ ഇത്രയധികം മാനിക്കപ്പെടുന്നത്, ബോഡി വരെ നമ്മൾ ഇത്രയും മാനിക്കുന്നത് കൊണ്ടായിരിക്കും. വൺസ് ഒരു ജീവൻ ക്യാരി ചെയ്തൊരു ബോഡിയാണ്. ഡെത്ത് സെറമോണിയൽസ് വരെയും നമ്മൾ ഇത്ര ആഘോഷമായിട്ടും ഇത്രയും ബഹുമാനത്തോടു കൂടെയും ചെയ്യുന്നത് തന്നെ ആ ഒരു ജീവൻ നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് ശരിക്കും. എന്തുകൊണ്ടാണ് ശരിക്കും ഒരു അബോർഷൻ ഇല്ലീഗലായി മാറുന്നത്? അതുപോലെ സൂയിസൈഡും മേഴ്സി കില്ലിങ്ങും ഒക്കെ ഇത്ര ക്രിമിനൽ ഒഫൻസായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇത്രയധികം ഓൾഡ് ഏജ് ഹോംസും ഓർഫനേജും ഒക്കെ സന്യസ്തരും മിഷണറിമാരൊക്കെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഇത്രയധികം ഓൾഡ് ഏജ് ഹോംസും ഓർഫനേജും ഒക്കെ നമുക്ക് എന്തിനാണ്? ഇതെല്ലാം പറയുന്നത് ജീവൻ വളരെ പ്രധാനപ്പെട്ട തന്നെയാണെന്നാണ്, അല്ലേ? ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഓരോ ജീവനും വിലയുണ്ട്. നമ്മുടെ മുന്നിൽ, നമുക്ക് മുന്നേ ജീവിച്ച് നമ്മുടെ മുന്നിൽ കടന്നുപോയ ഒത്തിരി വ്യക്തികളുണ്ട്. അവരെല്ലാവരും പറഞ്ഞു വെക്കുന്നതും ഈ ഒരു ജീവൻ്റെ മൂല്യത്തെ, ആ ഒരു ഡിഗ്നിറ്റി ഓഫ് ലൈഫ് നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി പരിചയമുള്ളൊരു വിശുദ്ധിയാണ് സെൻറ്റ് ജിയന്ന. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ വിലമതിച്ച് ആ ഒരു ഉദരത്തിലായിരിക്കുന്ന ആ ഒരു ഫീറ്റസിനെ കൊല്ലുന്നത് വരെയും ഒരു മനുഷ്യജീവനെ കൊല്ലുന്നതിന് തുല്യമാണ് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു ജീവന് വില കൊടുത്തൊരു വ്യക്തിയുടെ സെൻറ്റ് ജിയന്ന. നമുക്കറിയാം മദർ തെരേസ മരിക്കാൻ കിടക്കുന്നതും എല്ലാവരോടും ഉപേക്ഷിക്കപ്പെട്ടതും ആരും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തവരുമായിട്ടുള്ള സ്ട്രീറ്റിൽ കിടക്കുന്ന ആളുകളിലും ഈശോനെ കാണാൻ സാധിച്ചതും അവരിലും ഒരു ജീവൻ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് മദർ തെരേസ. നമുക്കറിയാം റാണി മരിയ ഇൻഡോറിൽ ദളിതർക്ക് വേണ്ടിയിട്ട് അവരുടെ ചൂഷണങ്ങൾക്കും ഇനിക്വാലിറ്റീസിനും സ്ലീവറിക്കൊക്കെ എതിരെ പോരാടി ആ ഒരു ജീവനും വിലയുണ്ടെന്ന് പറഞ്ഞു അവരെ ഒരു വിമൺ എംപവർമെൻറ്റും എഡ്യൂക്കേഷനും ഫ്രീഡത്തിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ് സിസ്റ്റർ റാണി മരിയ. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു ആൾ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് തന്നെ ഈ ഒരു വിശുദ്ധ ചാവറാച്ചൻ്റെ ഒരു വലിയൊരു ഇടപെടലായിരുന്നു. അതുപോലെ ഒത്തിരി ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്. അവരുടെ ജീവൻ തന്നെ കളഞ്ഞിട്ടും അവർ പോരാടിയത് നമ്മുടെ ചൂഷണങ്ങൾക്കെതിരെയായിട്ടായിരുന്നു. സതിയും അങ്ങനത്തെ ഒരു എന്താ പറയുക സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെതിരെ എല്ലാവർക്കും എഡ്യൂക്കേഷനും എല്ലാവർക്കും ഫ്രീഡവും എല്ലാവർക്കും നീതി നടപ്പാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാ ജീവനും വിലയുണ്ട്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ഏജ്, കളർ, ഇതിൻ്റെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫ്രീഡം ഫൈറ്റേഴ്സ്. അതുപോലെ ഒത്തിരി മിഷണറിമാർ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വലിയൊരു ആശയത്തോടു കൂടിയും അതിലൂടെ വലിയൊരു സോഷ്യൽ റിഫോർമേഷനെല്ലാം നടത്തിയതൊക്കെ ഇതെല്ലാം ഈ നമ്മുടെ മുന്നിൽ കടന്നുപോയ വ്യക്തികളൊക്കെ പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നു. എല്ലാ ജീവനും വിലയുണ്ട്, ഓരോ ജീവനും ഡിഗ്നിഫൈഡാണ്. ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലായാലും ഒത്തിരി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവാം ഒത്തിരി വ്യക്തികൾ ഓരോ ജീവന് വേണ്ടിയിട്ടും ഓരോ സ്റ്റെപ്പ് എടുത്ത വ്യക്തികളുണ്ടായിരിക്കാം, ഓരോ ജീവനെയും വിലമതിച്ചതായിരിക്കാം. പക്ഷേ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ഇൻസ്റ്റൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു നമ്മളീ പറയുന്നത് പോലെ ജീവന് വില കൊടുക്കാതിരുന്ന പല മൊമെൻറ്റ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഷൈനി കുര്യാക്കോസും രണ്ട് പെൺകുട്ടികൾ. അവരുടെ ഒരു കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടായ റിജക്ഷൻ ആയിരുന്നു. ആരുടെയെങ്കിലും ഒരാളുടെ ഒരു അവസരോചിതമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ജീവനോടെ ഇരുന്നാണ്. അതിപ്പോൾ നമുക്കറിയാം, ഒരു പാലക്കാട് ഒരു മൈഗ്രൻ്റ് വർക്കർ, 33 വയസ്സുള്ളൊരു മൈഗ്രൻ്റ് വർക്കറെ കള്ളൻ എന്ന പേരിൽ, അന്ന് തെറ്റിദ്ധാരണയുടെ പേരിൽ എല്ലാവരും കൂടെ ബ്രൂട്ടലി കൊന്നു കളഞ്ഞത് ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി അറിയാം, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിഹേവിയേഴ്സും നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താത്തതിൻ്റെ പേരിൽ മുറിവേറ്റ ജീവിതങ്ങൾ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുണ്ടാവും. നമുക്ക് എന്താ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക? ആ ഒരു ഡിഗ്നിറ്റി, ജീവൻ്റെ ഒരു വില നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റാം? തീർച്ചയായിട്ടും ആസ് എ വൈഫ്, ആസ് എ ഹസ്ബൻഡ്,
നമുക്ക് ആസ് എ വൈഫ്, ആസ് എ ഹസ്ബൻഡ്, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ പാരൻസിന്, അവരെല്ലാം ഒരു ഒരു ഈക്വലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാക്കുകളിലൂടെ മുറിപ്പെടുത്താതിരിക്കാൻ നമുക്ക് സാധിക്കും. അവരുടെ കുറവുകളോട് കൂടെ അവർക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ, അതുപോലെ മദർ തെരേസ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമുക്ക് ഈശോനെ കാണാൻ സാധിച്ചാൽ, അതുപോലെ നമുക്കൊരു അറിയാം, ഒരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ പെട്ടെന്ന് ഒരു പ്രഗ്നൻ്റായി, ഒത്തിരി ഗ്യാപ്പ് വന്നത് പ്രഗ്നൻ്റായി, നമ്മൾ അവരോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അതുപോലെ ലാർജ് ഫാമിലീസിനെ, 3, 4, 5 അതിലധികം കുഞ്ഞുങ്ങളുള്ള ഫാമിലീസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം കൺസെപ്ഷൻ, നമ്മുടെ കമൻസ് എന്തായിരിക്കും? മറ്റുള്ളവരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേപോലെ ഒട്ടും ജഡ്ജ്മെൻ്റ് അല്ലാതെ ഒന്നും അവരെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ട്. ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇതെല്ലാം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പല മൊമെൻറ്റ്സിലും നമുക്ക് ജീവൻ്റെ വിലയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ നമുക്കൊരു സൊസൈറ്റി തന്നെ ബിൽഡ് ചെയ്യാം. ഒരു വി ക്യാൻ ക്രിയേറ്റ് എ സൊസൈറ്റി, എ വേൾഡ് വെർ everyone can live peacefully and joyfully, because we are created in the image and likeness of. അങ്ങനെ എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കട്ടെ.